കഴിവുള്ള ഒട്ടനേകം സംവിധായകരാൽ സമ്പന്നമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, ബ്ലസ്സി തുടങ്ങി നിരവധി സംവിധായകർക്കിടയിൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ വ്യത്യസ്തതയും മേക്കിങ്ങിലെ അസാമാന്യ വൈഭവവും കൊണ്ട് ശ്രദ്ധേയനായ സംവിധായകനാണ് LJP എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി. സിനിമയെടുക്കുന്നതിലെ വ്യത്യസ്തത കൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ നിരവധി ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത്. 2010 ഇന്ദ്രജിത്ത് സുകുമാരനെ നായകനാക്കി നായകൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. നായകന് ശേഷം സിറ്റി ഓഫ് ഗോഡ്, ആമേൻ, ഡബിൾ ബാരൽ, അങ്കമാലി ഡയറീസ്, ഈമയ്യൗ, ജല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്ത് മയക്കം എന്നീ ചിത്രങ്ങൾ പുറത്തിറക്കി. എങ്കിലും എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താനാവാത്തതിനാൽ ആമേൻ, അങ്കമാലി ഡയറീസ്, ജല്ലിക്കെട്ട് എന്നിവ ഒഴികെയുള്ള മറ്റു ചിത്രങ്ങൾ പലതും സാമ്പത്തികമായ നേട്ടം കൈവരിക്കുന്നതിൽ പിന്നോക്കം പോയി. കണ്ടും കേട്ടും പഴകിയ ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2024 മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. 10ാമത്തെ ചിത്രമായ മലൈക്കോട്ടെ വാലിബനും ഭ്രമിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ള തന്റെ നിലപാട് ഓരോ സിനിമയിലൂടെയും ഊട്ടിയുറപ്പിക്കുന്ന സംവിധായകനായ ലിജോ ജോസിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രമെന്ന് തന്നെ വിശേഷിപ്പിക്കാം മോഹൻലാൽ നായകനായ മലൈക്കോട്ടെ വാലിബൻ. സിനിമാ ലോകത്തെത്തിയിട്ട് 13 വർഷങ്ങളായെങ്കിലും നായകൻ മുതൽ ഇതിനകം ഒരുക്കിയ 9 സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തമായാണ് ലിജോ പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളത്. ഒരു പീരിയോഡിക് സിനിമ പോലെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും ഫാന്റസിയുടെയും റിയാലിറ്റിയുടെയും രീതിയിൽ ചിത്രം സഞ്ചരിക്കുന്നുണ്ട്. സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളും രാജസ്ഥാൻ മരുഭൂമിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും തികച്ചും സാങ്കല്പികമായ ഒരു ദേശത്തുള്ള കഥയും കഥാപാത്രങ്ങളായും പ്രേക്ഷകർക്ക് അനുഭവപ്പെടും. വാലിബനായി സമാനതകളില്ലാത്ത പ്രകടനം തന്നെയാണ് മോഹൻലാൽ കാഴ്ചവെച്ചിട്ടുള്ളത്. 3.5 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമാ ലോകത്തുണ്ടെങ്കിലും തനിക്കിനിയും ഒട്ടേറെ വേഷങ്ങൾ സ്ക്രീനിൽ എത്തിക്കാനുണ്ടെന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ് വാലിബനിലൂടെ. മോഹൻലാൽ തന്റെ കരിയറിൽ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വാലിബൻ എന്ന കഥാപാത്രം. അസാമാന്യ മെയ്വഴക്കത്തോടെ ആക്ഷൻ രംഗങ്ങളിലടക്കം അദ്ദേഹം അമ്പരപ്പിച്ചിട്ടുണ്ട്. അയ്യനാരായി ഹരീഷ് പേരാടിയും, ചമതകൻ എന്ന പ്രതിനായക കഥാപാത്രമായി ഡാനിഷ് സെയ്ത്തും, ചിന്നനായി മനോജ് മോസസുമൊക്കെ ഗംഭീര പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. സൊണാലി കുൽക്കർണി, കഥാനന്ദി, മണികണ്ഠനാചാരി, സുചിത്ര തുടങ്ങിയവരും തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങളെ അതിമനോഹരമാക്കിയിട്ടുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും PS റഫീഖും ചേർന്നെഴുതിയ തിരക്കഥയ്ക്ക് മധു നീലകണ്ഠൻ എന്ന തഴക്കം വന്ന ഛായാഗ്രാഹകൻ വൈഡ് ഫ്രെയിമിലൂടെയും വ്യത്യസ്ത ആംഗിളിലൂടെയും നൽകിയിരിക്കുന്ന മനോഹാരിത എടുത്തു പറയേണ്ടതാണ്. പ്രശാന്ത് പിള്ളയുടെ മാസ്മരികമായ സംഗീതവും ഏറെ മികച്ചതായിരുന്നു. തീർച്ചയായും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ, മോഹൻലാലിന്റെ മലയാളത്തിന്റെ മലൈക്കോട്ടെ വാലിബൻ അതുല്യമാണ്, ഐതിഹാസികവും. അടിപൊളിയാണ്, എല്ലാം സൂപ്പറാണ്. ഡയറക്ടേഴ്സ് ഫിലിമാണ്, ക്ലാസ് മൂവി നന്നായി. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ ചിത്രത്തിനെതിരെ ഉയർന്നുവന്ന നെഗറ്റീവ് അഭിപ്രായങ്ങൾക്കെതിരെ സംവിധായകൻ പ്രതികരിച്ചത് നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നാണ്. താൻ ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ല ചിത്രം എടുക്കുന്നതെന്നും ഈ ചിത്രത്തിന്റെ കഥാതന്തുവിൽ നിന്ന് തനിക്ക് ഇങ്ങനെയേ ചിത്രീകരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ടെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു വ്യത്യസ്തമായ ചിത്രം. എന്തായാലും ചിത്രം ഒരു വിജയമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഈ ചിത്രം കണ്ടുവെങ്കിൽ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി.